നീ എവിടെ? ഞാൻ ഇവിടെ മുറ്റത്തെത്തി. ഞാനിതാ ഇവിടെ തന്നെ ഉണ്ട്. വേമ്പാ, മഴയുണ്ട്. നീ എന്താ വരാൻ പറഞ്ഞേ? ആ, അത് വേറൊരു കാര്യം പറയാം. ഏകദേശം പകുതി ആയില്ലേ പണി? പകുതിയൊന്നും ആയിട്ടില്ല. ഇനി എന്തോരം പണി നടക്കുന്നുണ്ട്. അയ്യോ, ഇതെന്ത് പറ്റിയതാ? കണ്ണും മുഖമൊക്കെ വീങ്ങിയിരിക്കുന്നേ. അതോ, ഞാൻ ഇന്നലെ രാത്രി പുറത്തിറങ്ങിയപ്പോ ഒരു വലിയ ശബ്ദം. നോക്കുമ്പോ ഒരു വലിയ പന്നി എന്നെ കണ്ടത് എന്റെ നേരെ ഒറ്റ വരവാ കുത്താൻ. അയ്യോ, എന്നിട്ടെന്താ, പന്നി അടുത്തേക്ക് വന്നപ്പോ ഞാൻ സൈഡിലേക്ക് ഒന്ന് ഡൈവ് ചെയ്തു. അപ്പൊ ഒന്ന് സ്ലിപ്പായി വീണു. ഈ പന്നികളെ കൊണ്ട് കുടുങ്ങിയല്ലോ. അവിടെ വീടിന്റെ സൈഡ് പാടത്തേ പന്നികളെ കൊണ്ട് ശല്യാണ്. ആണല്ലേ? ഞാൻ എന്തായാലും ആ വീടൊന്ന് മാറിയാലോ എന്ന് ആലോചിക്കുക. ആണോ? അല്ല, മാറാനാണെങ്കിലും വേറെ വീട് കിട്ടണ്ടേ? വീട് നോക്കാൻ ഞാൻ 1-2 പേരോട് പറഞ്ഞിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാ അപ്പൊ തന്നെ മാറാതിരിക്കണം. പന്നി ശല്യം കൊണ്ട് തന്നെ ആണല്ലോ അല്ലേ? അതെ അതെ, അല്ലാതെ പിന്നെന്താ, പ്രേതശല്യോ? ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. എന്തായി ആ GKM എസ്റ്റേറ്റിനെ കുറിച്ചുള്ള അന്വേഷണം? അതൊന്നും ആയിട്ടില്ല. എന്തായാലും ഒന്ന് അളിയൻ വരുന്നല്ലേ പറഞ്ഞേ. വന്നിട്ട് കുറച്ച് കാര്യം കൂടി ചോദിക്കാണ്ട് നോക്കാം. ചേട്ടാ ഇപ്പൊ എത്തി കാണും. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ പോര്. ഞാൻ വരാം. ഇതിന്റെ കോൺട്രാക്ടർ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒന്ന് കണ്ടിട്ട് ഞാൻ വരാം. നീ പൊക്കോ. ഓക്കെ എന്നാ, നീ കണ്ടിട്ട് വേഗം വാ. അതല്ല, ഇന്നലെ രാത്രി ആ ഗോസ്റ്റിന്റെ ശല്യം വല്ലതും ഉണ്ടായിരുന്നു? ശല്യപ്പെടുത്താൻ നോക്കി, പക്ഷെ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോ അതെങ്ങോട്ടോ പോയി. അപ്പൊ അത് തന്നെയാണ് ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്നത്. പക്ഷെ പുതുപ്പ് നിങ്ങൾക്ക് മാത്രം ഇതുപോലുള്ള ഏടകൂടങ്ങൾ എങ്ങനെ കിട്ടുന്ന ആകാശത്ത് കിടക്കണ പ്രശ്നങ്ങൾ വരെ ഏണി വെച്ച് പിടിച്ചോളും. അതിന് നിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക കഴിവാണ്. മോനെ, എല്ലാതും അങ്ങനെ സംഭവിച്ചു പോകുന്നല്ലേ. നമ്മളും അതിന്റെ ഒരു ഭാഗമായി പോകുന്നല്ലേ ഉള്ളൂ. എല്ലാം ഒരു മാജിക്, അത്രേ ഉള്ളൂ. പപ്പ എന്താ അറിയണേ? ഈ ഗംഗാധരേട്ടനെ ഞാൻ കുട്ടിക്കാലം മുതലേ അറിയാം. ഡാഡിയുടെ കൂടെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നുമില്ല. ഞങ്ങളുടെ ഒരു പഴയ സ്ഥലക്കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഗംഗാധരേട്ടൻ ഒപ്പിട്ട ഒരു പേപ്പറുണ്ട്, ഒരു എഗ്രിമെന്റിന്റെ. അതെവിടെ നോക്കുമായിരുന്നു. അത് കിട്ടിയിട്ട് എന്തിനാ? കാര്യമുണ്ട്. ആദ്യം ഇതൊന്നും കൈ കിട്ടട്ടെ, എന്നിട്ട് പറയാം. ഇപ്പൊ പറഞ്ഞ എന്താ? കിട്ടിയിട്ട് പറയാന്ന് പറഞ്ഞതല്ലേ. ചേച്ചിക്ക് എന്താ ഇത്ര ധൃതി? അതല്ലെങ്കിലും ചേച്ചിക്ക് കുറച്ച് കൗതുകം കൂടുതലാണല്ലോ എല്ലാ കാര്യത്തിലും. കൗതുകത്തിന്റെ കൂടുതലുണ്ടോന്നല്ല, ഭിത്തി കയറുന്ന കാര്യം ആലോചിച്ച് പേടിച്ചിട്ടാ. ഇനിയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കാതെ ഇരി. ആ പാവേനെ കണ്ടുപിടിച്ച് തിരിച്ചാ വീട്ടിലെത്തിച്ചാ പോരെ? അത് മതി. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനൊരു എസ്റ്റേറ്റ് ഉണ്ടോന്ന് പോലും കൺഫേം ആക്കിയിട്ടില്ല.
Hi, I'm Tripti Dimri. Songs from my film Dhadak 2 are out now on Spotify. Download the app for free and listen. ആ ഹലോ എന്തായി? ആ ആണോ? ഞാനിവിടെ വീട് പണി നടക്കുന്ന സ്ഥലത്താ. ഒരു 10 മിനിറ്റ് ഞാൻ എത്തി. ആ ആ ഇതെപ്പറ്റി ഞാൻ അരമണിക്കൂറായി. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഓ അറിഞ്ഞു. ദാ അതിൻ്റെ പണിയും തുടങ്ങി. ഇതൊക്കെ എന്താ? ഞങ്ങളുടെ പഴയ വീടിൻ്റെ ഡോക്യുമെൻസിൻ്റെ കൂടെ അന്ന് എഴുതിയൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ഞാൻ എല്ലാ വർഷവും നികുതി അടയ്ക്കാൻ വേണ്ടി ഇത് നോക്കുന്ന കൂട്ടത്തിൽ ഇതെപ്പോഴും കാണാറുണ്ട്. ഓക്കെ, ഈ എഗ്രിമെന്റും ഗംഗാധരേട്ടനും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. ദാ ഇതൊന്ന് വായിച്ച്. ആ ഇത് നിങ്ങളുടെ സ്ഥല കച്ചവടത്തിന്റെ എഗ്രിമെന്റ്. ആ അതിൻ്റെ ലാസ്റ്റ് പേജിൽ ഒപ്പിട്ടിരിക്കുന്ന ആരാ നോക്കി. ആ മൂന്നാമത്തത്. ഗംഗാധരൻ നായർ, ഇയാളാണോ നമ്മൾ അന്വേഷിക്കുന്ന ഗംഗാരേട്ടൻ? അതെ അത് തന്നെ. ഈ KPM എസ്റ്റേറ്റിൽ നിന്ന് മുറിച്ചു വാങ്ങിയ സ്ഥലമാണ് ഞങ്ങളുടെ പഴയ തറവാട്. 1978 ഇത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയത്. ഓ, അന്ന് മുതലേ ഉള്ള ആളാണല്ലേ ഈ ഗംഗാധരേട്ടൻ? അതെ, മാത്രമല്ല ഈ KPM എസ്റ്റേറ്റിൻ്റെ ഓണറുടെ ഭാഗത്തു നിന്നാണ് ഈ ഗംഗാരേട്ടൻ ഒപ്പിട്ടേക്കുന്നത്. അതിനർത്ഥം ഈ ഓണറും ഗംഗാധരേട്ടനും പണ്ട് മുതലേ നല്ല കമ്പനിയാണ്. ആ അയാൾ അന്നേ അവിടുത്തെ മേസ്തിരിയാണ്. അല്ല അപ്പം എന്താ ഈ മേസ്ത്രി എന്ന് പറഞ്ഞാല്? എന്ന് പറഞ്ഞാൽ നോട്ടക്കാരൻ, നമ്മുടെ ഈ മാനേജർ എന്നൊക്കെ പറയാം. ഓക്കെ അതെല്ലാം ഓക്കെ. പക്ഷെ ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് അയാളെ നമ്മളെങ്ങനെ സംശയിക്കും? അതെ, ഞാനും അത് എത്ര നേരം ഓർത്തത്. അതിനുള്ള മറുപടി ദാ ഇതിലുണ്ട്. ഇതാണ് ഞാൻ ഇത്ര നേരം തപ്പിക്കൊണ്ടിരുന്നത്. ഇതെന്താ? ഇതാണ് ഇതിൻ്റെയൊക്കെ അടിയാധാരത്തിൻ്റെ കോപ്പി. അടിയാധാരം മീൻസ്? എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന രേഖയാണ് ആധാരം. ഓരോ തവണ ഈ സ്ഥലം കച്ചവടമാകുമ്പോഴും പുതിയ ആധാരം ഉണ്ടാവും. അപ്പം നമ്മുടെ പഴയ ആധാരം അടിയാധാരമായിട്ട് മാറും. ഓ, ഈ മനുഷ്യർക്ക് എന്ത് കഷ്ടപ്പാടല്ലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ. നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു ടെൻഷനും ഇല്ല. ഭാഗ്യം. ആ നിനക്ക് മനസ്സിലായല്ലോ, അത് മതി. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വസ്തുവിൻ്റെ അടിയാധാരമാണ് ഇത്. എൻ്റെ ഡാഡി KPM എസ്റ്റേറ്റിൻ്റെ മുതലാളിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. KPM എസ്റ്റേറ്റിൻ്റെ മുതലാളിക്ക് ഇഷ്ടദാനമായിട്ട് കിട്ടിയ ആധാരമാണ് ഇത്. ഇതൊന്ന് വായിച്ചു നോക്ക്. ആ രണ്ടാമത്തെ പേജിൻ്റെ ഇവിടെ തൊട്ട് മണ്ണീരിത്തൊടി എലങ്കൽ കുന്നത്ത് മുഹമ്മദ് ഹാജി മകൻ ഉണ്ണിയാലി ഹാജി കൈവശം വെച്ച് പോരുന്ന GKM റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് 94 ഏക്കർ ഭൂമി മൂത്ത മകനായ ഖാദർ ഹാജി 65 യാതൊരുവിധ പണമോ ഉപഹാരങ്ങളോ കൈപ്പറ്റാതെ ഇഷ്ടദാനമായി ഇതിനാൽ രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നു. മതി. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഉണ്ണി നോക്കോ.